നമ്മൾ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഉറങ്ങിയാണ് തീർക്കുന്നത് അല്ലേ? പക്ഷേ ആ ഉറക്കവും സ്വപ്നങ്ങളും വെറുതെ അങ്ങ് പാഴായി പോവുകയാണോ? അതോ അതിനുള്ളിൽ വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? ടിബറ്റൻ ഡ്രീം യോഗയുടെ അത്ഭുത ലോകത്തേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നമുക്കിങ്ങനെയൊന്ന് ചിന്തിച്ചു തുടങ്ങാം. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ വെറും തലച്ചോറുണ്ടാക്കുന്ന കുറേ ചിത്രങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തുറക്കുന്നൊരു വാതിലാണെങ്കിലോ? ഉപയോഗിക്കാൻ കാത്തുകിടക്കുന്ന ഒരു വലിയ സാധ്യത. ആ വാതിൽ തുറക്കാനുള്ള ഒരു താക്കോലാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ടിബറ്റൻ പരിശീലന രീതിയാണിത്. അപ്പോ എന്താണ് ഈ ടിബറ്റൻ ഡ്രീം യോഗ? വളരെ ലളിതമായി പറഞ്ഞാൽ, സ്വപ്നം കാണുമ്പോൾ ഇതൊരു സ്വപ്നമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു പരിശീലനമാണിത്. നിങ്ങൾ ചിലപ്പോൾ ലൂസിഡ് ഡ്രീമിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഏകദേശം അതുതന്നെ. ഇതൊന്നും ഇന്നലെ പൊട്ടിമുളച്ചൊരു പുതിയ സംഭവമൊന്നുമല്ല കേട്ടോ. 1000-ലധികം വർഷങ്ങളുടെ ചരിത്രവും പാരമ്പര്യവുമുണ്ട് ഈ പരിശീലനത്തിന്. ഇനി ഇതിലെ ഏറ്റവും രസകരമായ ഭാഗത്തേക്ക് വരാം. കേൾക്കുമ്പോൾ എന്തോ നിഗൂഢമായി തോന്നുമെങ്കിലും വളരെ വ്യക്തമായ ചില സ്റ്റെപ്പുകളിലൂടെയാണ് ഈ പരിശീലനം മുന്നോട്ടു പോകുന്നത്. ശരിക്കും ഇതൊരു യാത്ര പോലെയാണ്. 5 ഘട്ടങ്ങളുള്ളൊരു യാത്ര. ആദ്യം നമ്മൾ ഒരുങ്ങുന്നു, എന്തിനാണിത് ചെയ്യുന്നതെന്ന് ഉറപ്പിക്കുന്നു. പിന്നെ കണ്ട സ്വപ്നങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു, ഒരു ഡയറിയിലൊക്കെ എഴുതിവെക്കുന്നു. പതിയെ പതിയെ സ്വപ്നത്തിനുള്ളിൽ വെച്ച് തന്നെ ബോധം വീണ്ടെടുക്കാൻ പഠിക്കുന്നു. പിന്നെയാണ് ശരിക്കുള്ള കളി. നമ്മുടെ പേടികളെയും പ്രശ്നങ്ങളെയുമൊക്കെ ആ സ്വപ്നലോകത്ത് വെച്ച് നേരിടാൻ തുടങ്ങും. അവസാനം അത് ആഴത്തിലുള്ള ഒരു ആത്മീയ ഉണർവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? സ്വപ്നത്തിൽ എന്തെങ്കിലും നിയന്ത്രിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ഗുണമാണ് ഉള്ളതെന്ന്. പക്ഷേ ഇതിന്റെ ഗുണങ്ങൾ സ്വപ്നലോകത്ത് മാത്രം ഒതുങ്ങുന്നില്ല. ഇത് പരിശീലിക്കുന്നവർ പറയുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പലരുടെയും ക്രിയേറ്റിവിറ്റി കൂടി പുതിയ ആശയങ്ങൾ വരാൻ തുടങ്ങി. ചിലർക്ക് അവരുടെ വൈകാരികമായ പ്രശ്നങ്ങളെ സ്വപ്നത്തിൽ വെച്ച് തന്നെ ഹീൽ ചെയ്യാൻ പറ്റി. ഏറ്റവും കുറഞ്ഞത് നല്ലൊരു ഉറക്കം കിട്ടാൻ വരെ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഈ പുരാതന അറിവും ഇന്നത്തെ മോഡേൺ സയൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. പണ്ടത്തെ കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ടിബറ്റൻ യോഗികൾ സ്വപ്നത്തിൽ പറന്നു നടന്നിരുന്നു, ഇഷ്ടമുള്ള രൂപം സ്വീകരിച്ചിരുന്നു എന്നൊക്കെ. അതൊക്കെ വെറും കഥകളായി നമ്മൾ തള്ളിക്കളയാറുണ്ട്. പക്ഷേ ആധുനിക ന്യൂറോസയൻസ് പറയുന്നത് കേൾക്കൂ. ഒരാൾക്ക് ലൂസിഡ് ഡ്രീം ഉണ്ടാകുമ്പോൾ, അതായത് സ്വപ്നത്തിൽ ബോധം തെളിയുമ്പോൾ, അവരുടെ തലച്ചോറിലെ ചിന്തയെയും തീരുമാനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഭാഗം കൂടുതൽ ആക്റ്റീവാകുന്നുണ്ട്. അപ്പോൾ അത് വെറുമൊരു തോന്നലല്ല, ശരിക്കും സംഭവിക്കുന്ന ഒന്നാണ്. ഇത് നമ്മളെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ആശയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് നമ്മുടെ തലച്ചോറ് ഒരു കളിമുണ്ട് പോലെയാണ്. അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ പരിശീലനം കൃത്യമായി അതാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ തലച്ചോറിനെ തന്നെ മാറ്റാൻ ഇതിന് കഴിഞ്ഞേക്കാം. ഈ ശാസ്ത്രീയമായ കാര്യങ്ങൾക്കും വ്യക്തിപരമായ നേട്ടങ്ങൾക്കുമപ്പുറം ഡ്രീം യോഗ നമ്മളെ പഠിപ്പിക്കുന്നത് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ചില കാര്യങ്ങളാണ്. അതായത് സ്വപ്നലോകം നമ്മുടെ മനസ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു, അത് യഥാർത്ഥമല്ല. ഈയൊരു തിരിച്ചറിവ് അത് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഉപയോഗിക്കാനാണ് യോഗികൾ ശ്രമിക്കുന്നത്. ഇത് നമ്മളെ ശൂന്യത, അദ്വൈതം പോലുള്ള വലിയ ആശയങ്ങളിലേക്കെത്തിക്കും. സ്വപ്നത്തിലൊരു കാറിന് യഥാർത്ഥത്തിൽ നിലനിൽപ്പില്ലാത്തതുപോലെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ഒന്നിനും തനതായ സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല. ഇതാണ് ശൂന്യത. അതുപോലെ സ്വപ്നം കാണുന്നതും നിങ്ങളാണ്, ആ സ്വപ്നത്തിലുള്ളതും നിങ്ങളാണ്. രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഇതാണ് അദ്വൈതം. ഈ ലോകവും നിങ്ങളും രണ്ടല്ല എന്ന തിരിച്ചറിവ്. അപ്പോ ഇതിന്റെയൊക്കെ അന്തിമ ലക്ഷ്യം രസകരമായ സ്വപ്നങ്ങൾ കാണുക എന്നതല്ല, മറിച്ച് ഞാൻ എന്ന നമ്മുടെ ചിന്തയെ തന്നെ ഇല്ലാതാക്കി എല്ലാം ഒന്നാണെന്ന സത്യം മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണിത്. അപ്പോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പര്യവേഷണം ചെയ്യാൻ കാത്തുകിടക്കുന്ന ഒരു വലിയ പ്രപഞ്ചമുണ്ട്. അതിലെ ഒരു വെറും കാഴ്ചക്കാരനായി തുടരണോ, അതോ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഒരു സഞ്ചാരിയാകാൻ നിങ്ങൾ തയ്യാറാണോ? ആലോചിച്ചു നോക്കൂ.